ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ. സർവകക്ഷി യോഗത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പ്രകോപനത്തിനോ യുദ്ധത്തിനോ ഇന്ത്യ തയ്യാറല്ല, എന്നാൽ പാകിസ്ഥാൻ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തെ അറിയിച്ചു. രാജ്നാഥ് സിംഗ് അത് സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു. 100 പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ. പക്ഷേ ഇനിയും പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ 100 പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിച്ചത്. സർവകക്ഷി യോഗത്തിൽ സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ये हमारे पूरे पॉलिटिकल पार्टीज ने दर्शाया है और सब लीडर्स ने एक मत से हमारे सेनाओं ने जो कार्रवाई की है ऑपरेशन सिंदूर को लेकर के पूरे बधाई भी दिया और गौरव का एहसास सबको हुआ है और सबने एक जुट में कहा है कि सरकार का हर निर्णय को साथ देंगे, सेना के हर कार्रवाई को साथ देंगे. पूरा सपोर्ट दिया हमने. जो खारगे जी ने कहा वो सही है कि ऐसी चीजें हैं जो डिस्कस नहीं करनी है, तो बस सबने सपोर्ट. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനെ ഞെട്ടിച്ച് നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകളുണ്ടായി. റാവൽപിണ്ടി, കറാച്ചി, ലാഹോർ തുടങ്ങിയ 9 നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 12 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് പാക് സേന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. വിനീത് ആവിജി ഡൽഹിയിൽ നിന്നും, ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും, ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ചേരുന്നു. ആദ്യം വിനീത, ഈ സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 100 ഭീകരർ ഏറ്റവും കുറഞ്ഞത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം. അതിൽ കൂടാനാണ് സാധ്യത. അതിൻ്റെ കണക്കുകൾ അന്തിമമായി ശേഖരിക്കുന്നതേ ഉള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല, അത് തുടരുകയാണ് എന്നുകൂടി കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്നത്തെ സർവകക്ഷി യോഗത്തെ അറിയിച്ചു? എന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ പ്രതികരണം? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ, ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടും ഭീകരരടക്കം 100 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള അനുമാനത്തിലാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം നമ്മൾ അത്തരത്തിലേക്കൊരു അനുമാനത്തിലാണ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രകോപനത്തിന് ഇനി ഇന്ത്യ, അല്ലെങ്കിൽ ഒരു തുടർ ആക്രമണത്തിന് ഇനി ഇന്ത്യ പോകുന്നില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് പ്രതിരോധ മന്ത്രി സംസാരിച്ചതിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും MP ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിലേക്കോ ഞങ്ങളിനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകുമെന്ന കാര്യവും പ്രതിരോധ മന്ത്രി ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നത്തെ യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം പ്രധാനമന്ത്രിയുടെ ഒരു സന്ദേശം എന്ന തരത്തിൽ ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കണമെന്നൊരു സന്ദേശം കേന്ദ്രമന്ത്രിമാർ ഇന്നത്തെ യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ഈ സർവകക്ഷി യോഗത്തിൽ സംസാരിച്ചത് പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹം ഈ യോഗം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ഒരു ദർശനമെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു തമാശ രൂപേണ ഒരു പ്രതികരണമായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോഴും പാകിസ്ഥാൻ അതിർത്തികളിൽ പ്രകോപനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ സാധാരണക്കാരായുള്ള ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഈ പൂഞ്ചിലടക്കം ഇതിലെ 13 പേർ കൊല്ലപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഘത്തെ, ഒരു സർവകക്ഷി സംഘത്തെ ജമ്മു കാശ്മീരിലേക്ക് അയക്കണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ അയക്കണം എന്നുള്ളതല്ല. ഈ നിലവിലെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം ഒരു പ്രത്യേക സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കണം. ജമ്മു കാശ്മീരിലെ ജനത അവർ ഒന്നാകെ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിതെന്നും MP ജോൺ ബ്രിട്ടാസും യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ യോഗം ഏറ്റവും പ്രധാനമായും ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം, പാകിസ്ഥാൻ ഇതിനോടകം നിരവധി ആരോപണങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ
ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ്. ഇത് സംബന്ധിച്ച് പാക് മാധ്യമങ്ങളടക്കം ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇന്ത്യ തയ്യാറാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സർവകക്ഷി യോഗത്തിൽ നേതാക്കൾ. ഒപ്പം തന്നെ ഈ ഭീകരരടക്കം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൊടും ഭീകരരടക്കം നേരത്തെ ഇന്ത്യ പിടികൂടിയവർ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ പിന്നീട് ഇന്ത്യ വിട്ടു നൽകിയതുമൊക്കെയാണ്. മസൂദ് അസറിനെ അടക്കം പിന്നീട് വിട്ടു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ മസൂദ് അസറിനെ ഇനി തിരിച്ച് വാങ്ങുന്നതിനുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ തിരിച്ച് ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു കാര്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ ഘട്ടത്തിൽ വിളിക്കണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു മറുപടി കേന്ദ്രമന്ത്രിമാർ നൽകിയില്ല എന്നുള്ളതാണ് MP ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ഏറ്റവും പ്രധാനമായും നൽകിയിരിക്കുന്ന മറുപടി ഓപ്പറേഷൻ സിന്ദൂർ അത് തുടരും, പക്ഷേ ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിനോ നമ്മൾ മുതിരില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി രാജ്യം നൽകും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സൈനിക തലത്തിലേക്കടക്കം അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ ഇതിനോടകം നമ്മൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. ശരി, വിനീത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു. സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാർ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് പറഞ്ഞു. ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാജ്യം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ എന്ന ഒരു സന്ദേശമാണ് സർവകക്ഷി യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒക്കെ നൽകുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ കൂടി ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ശ്രീനാഥ്, പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും സംശയം തോന്നാവുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി അടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി എന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഔദ്യോഗികമായി പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ പോലീസിൻ്റെയും സുരക്ഷാ ഏജൻസികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ, അതിൻ്റെയൊക്കെ വക്താക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരു അരക്ഷിതാവസ്ഥ ഉറപ്പായും പാകിസ്ഥാനിലുണ്ട്. ഒരു ഭീതിയുടെ അന്തരീക്ഷം ആ രാജ്യത്ത് ഇപ്പോഴുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക വിശദീകരണമോ സ്ഥിരീകരണമോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ? ശ്രീനാഥ്. വിജയകുമാർ, ഇന്ന് രാവിലെ ആദ്യം ലാഹോറിലാണ് ഈ തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഒരു ഡ്രോൺ ആക്രമണം എന്നതാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ആ ആക്രമണത്തെക്കുറിച്ച് പറയുന്നത്. 3 തവണയെങ്കിലും അവിടെ ഉഗ്രശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടായി. ലാഹോർ പ്രധാനപ്പെട്ട നഗരത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറി വാൾട്ടൺ എന്ന എയർ ബേസിനടുത്താണ്. അതായത് അവിടെ സൈനിക വാഹനങ്ങൾ എത്താറുണ്ട്, വിമാനങ്ങൾ എത്താറുണ്ട്. അതുപോലെ പൈലറ്റുമായിട്ട് പരിശീലനം അടക്കമുള്ള നടപടികൾ നടക്കുന്ന ഒരിടമാണ്. അവിടെയാണ്, അതിനടുത്താണ് ഈ തരത്തിൽ 3 തവണ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം ഉണ്ടാവുന്നത്. ഗോപാൽ നഗർ, നസീറാബാദ് എന്നീ ഇടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായത്. ആളുകൾ ചിതറി ഓടുന്നതും ഒക്കെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ദൃക്സാക്ഷികളാവട്ടെ ഉഗ്രശബ്ദമുണ്ടായിരുന്നു, പേടിച്ചു പോയി, വലിയ തരത്തിലുള്ള തീയും പുകയും ഒക്കെ ഉയർന്നു എന്നതൊക്കെ പറയുകയും ചെയ്തു. അതൊക്കെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷെ പിന്നാലെ മറ്റിടങ്ങളിൽ കൂടി സമാനമായ തരത്തിൽ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ കാണുന്നത്. പാക് ആർമിയുടെ വക്താവ് ഇപ്പോൾ പറയുന്നത് ഈ 12 ഡ്രോണുകൾ ആക്രമണത്തിനായി എത്തി എന്നതാണ്. ഡ്രോൺ ആക്രമണം വ്യാപകമായി പാകിസ്ഥാനിലെ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഉണ്ടായി എന്നതാണ്. അതിൽ ഭൂരിഭാഗത്തെയും വെടിവെച്ച് ഇടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊരു അവകാശവാദവും അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ചില ഇടങ്ങളിലെ വീണ് കിടക്കുന്ന ഡ്രോണുകളുടെ ചിത്രവും മറ്റും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഫാക്ട് ചെക്ക് വിഭാഗം, വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഓരോന്നും പരിശോധിക്കുകയാണ്. അതിൽ ഓരോന്നും ഇപ്പോൾ തെറ്റാണ്, അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ തകർന്നു വീണ ഒരു ഡ്രോണിന്റെ ചിത്രം, ആ ചിത്രം ഈ ഒരു സംഭവത്തിൽ അത് ഇന്ത്യൻ ഡ്രോണാണ് എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ സൂചനകൾ നൽകുകയും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തു എന്ന് ഇന്ത്യൻ സൈന്യം പറയേണ്ടതാണ്. കാരണം ഈ ഓപ്പറേഷൻ സന്ദൂർ പോലെ ഇതിലും സങ്കീർണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇന്ത്യൻ സൈന്യം അത് ഏറ്റെടുക്കുകയും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും
പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണം എന്ന നിലയ്ക്ക് പാകിസ്ഥാൻ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഏതായാലും അങ്ങനെ ഒരു നടപടി ചെയ്തതായി പറയുന്നില്ല. പക്ഷേ കറാച്ചി അടക്കമുള്ള, അതായത് സാമ്പത്തിക തലസ്ഥാനമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. റാവൽപിണ്ടി അവരുടെ ഒരു സൈനിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലം. അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഇങ്ങനെ ഡ്രോണുകൾ എത്തിയെന്ന് അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ വായിച്ചെടുക്കേണ്ടത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയേറെ പിഴച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ഡ്രോണുകൾ എത്തിയെങ്കിൽ പോലും അവരുടെ ഈ റഡാറുകൾ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ എന്ത് പണിയാണ് എടുക്കുന്നത് എന്നൊരു ചോദ്യം അവർക്ക് കേൾക്കേണ്ടി വരും. അത്തരം പഴി ഇപ്പോൾ ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെ ജനം അവിടുത്തെ സൈന്യത്തിനോടും സർക്കാരിനോടുമൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പോലും അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു പോലും ഇന്ത്യൻ വിമാനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. തെളിവ് ചോദിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ നോക്കാൻ അദ്ദേഹം പറയുന്നതൊക്കെ ആ തരം സമ്മർദ്ദം അവർക്ക് മുകളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. ഏതായാലും അത്തരം ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിരിക്കാം ഇപ്പോൾ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം, പാക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാനിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികളും പാകിസ്ഥാനെ വലിയ തലവേദനയും മാറിയതാണ്. പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടതുമാണ്. അതുകൊണ്ട് ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ പ്രതികരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ആരും ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനിലെ 9 നഗരങ്ങളിലാണ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. അത് കറാച്ചി പോലൊരു പ്രധാനപ്പെട്ട നഗരം, അത് ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്. അവിടെ മാരകമായ സ്ഫോടനം എന്ന് വെച്ചാൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. കറാച്ചിയിൽ, ലാഹോറിലെ വിമാനത്താവളത്തിനടുത്താണ് സ്ഫോടനം ഉണ്ടായത്. റാവൽപിണ്ടിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 9 നഗരങ്ങളിൽ ഈ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഡ്രോൺ ആക്രമണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. വലിയ അരക്ഷിതാവസ്ഥയുണ്ട് ആ രാജ്യത്ത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി ചോദിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയുമൊക്കെ പാക് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണം അതിലുണ്ടാകുമോ എന്നാണ് ഇനി നോക്കേണ്ടത്.